ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സൺഡേ ആണ്. ഹോസ്റ്റലിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയല്ല കേട്ടോ. ഇപ്പോൾ ഫേവറൊക്കെ ആണ്. പിന്നെ രണ്ട് തവണ പോയി ട്രിപ്പ് ഇട്ടു. ബി ലോ ആവുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് കാര്യങ്ങൾ ഭയങ്കര വലിയ കണ്ടന്റ് ഒന്നുമല്ല, എനിക്ക് ഓക്കെ ആവുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എനിക്ക് അറിയുന്ന പോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നുള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി മെസ്സിലേക്ക് ഫുഡ് കഴിക്കാൻ പോകും. മെസ്സിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കാറ്. അപ്പോൾ ചൂടുവെള്ളം കൂടി എടുക്കാമല്ലോ എന്ന് വെച്ച് ഫ്ലാസ്കും കയ്യിൽ വെച്ചു. ഇവിടെ മെസ്സിൽ നമുക്ക് ചായയും കാപ്പിയും പാലൊഴിച്ചതും അല്ലാതെയും ഒക്കെ കിട്ടും കേട്ടോ. സൺഡേ നമുക്ക് രാവിലെ ഉഴുന്തോശയും സ്റ്റൂവും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അങ്ങനെ മെസ്സിലിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇടയ്ക്ക് റൂമിലേക്ക് എടുത്ത് വരാറുണ്ട് കേട്ടോ. ഞാനും വൈഷ്ണയും കൂടിയാണ് ഇരുന്ന് കഴിച്ചത്. അവൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. ചായ അടിച്ച് വന്ന് മരുന്നുണ്ടായിരുന്നു കുടിക്കാൻ. അങ്ങനെ അത് കുടിച്ച്, പിന്നെ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, ഉണക്കമുന്തിരി കേട്ടോ. അങ്ങനെ അത് കുറച്ച് കഴിച്ചു. പിന്നെ മൈൻഡ് ഒന്ന് റിലീഫ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് അസൈൻമെന്റ് എഴുതാനുള്ള ഷീറ്റും മാർജിനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നു. എനിക്ക് തൊണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. സമയം ഞാൻ അവിടെ ഇരുന്നു, സുഖം കിട്ടുന്നില്ല. ഇപ്പം ഇന്നലെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ച ഫ്രൂട്ട്സാണ് കേട്ടോ. അധികം വാങ്ങിച്ച് വെച്ചാൽ കഴിക്കില്ല. പാകം ഒരെണ്ണം വാങ്ങിച്ച് വന്ന് മാർജിനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. നിങ്ങൾ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. 10 രൂപയുടെ ഒരു പാക്കറ്റാണ്. എത്രണ്ണുണ്ട് എന്നുള്ളത് അറിയില്ല. ഇതിങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് മറ്റേ മീഷോ എന്നൊക്കെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യില്ലേ, അതൊരു സംഭവമാണ്. അങ്ങനെ മാർജിനും കാര്യമൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. അസൈൻമെൻറ്റ് കുറച്ച് എഴുതി ഞാൻ അവിടെ വെച്ചു. ബാക്കി ഈവനിങ് ചെയ്യാലോ എന്ന് വെച്ചു. പിന്നെ ഹോസ്റ്റലിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി റൂബിക്ക പെറുക്കാനെന്ന് വെച്ച് റൂബിക്ക മരത്തിന് താഴെ പോയി. അപ്പോൾ കുറച്ചൊന്നും വീണ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ പെറുക്കിയെടുത്തു. റൂബിക്ക പറിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം കേട്ടോ. കുറച്ചെണ്ണേ ഉള്ളൂ, എന്നാലും അത് ഉപ്പിലിട്ട് വെക്കാം. ഇന്നലെ ഓൾറെഡി ഇട്ട് വെച്ചതുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മുറിച്ചിടാം. അങ്ങനെ നല്ല റൂബിക്കൊക്കെ ഞാൻ മുറിച്ച് അതിലിട്ട് കേട്ടോ. 12:30 ആയപ്പോൾ മെസ്സിൽ പോയി ഫുഡ് കഴിക്കാൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ മുരിങ്ങക്കായുടെ കറിയും സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണോ. ഇന്ന് ലെഗ് പീസ് കിട്ടിയില്ല, എന്നാലും കിട്ടിയത് വെച്ച് ഞാൻ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് മെസ്സിൽ നിന്ന് നേരെ റൂമിലേക്ക് വന്നു. ഉറങ്ങുന്നതിന് മുന്നേ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്ന മഞ്ചിൻ്റെ ചോക്കോ ഫിൽസ് ഉണ്ടായിരുന്നു, എടുത്ത് കഴിച്ചു. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. സംഭവം കൊള്ളാടും. മഞ്ചിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു 4 മണിയായപ്പോൾ എണീറ്റ് ഹോസ്റ്റലിൻ്റെ പുറത്തേക്കൊന്ന് പോയി. വൈഷ്ണ ചായ എടുത്ത് പുറത്തേക്ക് വന്നിരുന്നു. പിന്നെ റൂമിലേക്ക് വന്ന് അസൈൻമെൻറ്റ് എഴുതാനുള്ളത് കംപ്ലീറ്റ് ആക്കി. ഈ ബൂസ്റ്റ് പൊടി ഇങ്ങനെ വെറുതെ തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ റൂംമേറ്റ് അഖില വന്നു കേട്ടോ. അവൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ബജിയും പിന്നെ പഴംപൊരിയും ലൈസും കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.